വികൃതി എന്ന് വെച്ചാൽ വികൃതിയുടെ എക്സ്ട്രീമാണ് കേട്ടോ ബദ്രി. എല്ലാവരെയും വേദനയാക്കിക്കൊണ്ടാണ് 24 മണിക്കൂറും. എന്നെ മാത്രം അവന് പാല് കൊടുക്കുന്നുണ്ടോ എന്നോന്നറിയില്ല, അങ്ങനെ വേദനയാക്കാറില്ല. അപ്പോൾ ഇതിപ്പോൾ ഗോപുവിനോടാണ് കലിപ്പ് മൊത്തം. അങ്ങനെ ഞാൻ അവന് എൻ്റെ മിഡ് ഡേ മീൽ കൊടുക്കുമായിരുന്നു കേട്ടോ. മിഡ് ഡേ മീൽ ഞാൻ സാധാരണ വല്ല ഫ്രൂട്ട്സാണ് അധികവും കൊടുക്കാറ്, എക്സ്പെഷ്യലി സീസണൽ ഫ്രൂട്ട്സ്. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് കൂടുതൽ വാട്ടർ അവന് കിട്ടുന്ന തരത്തിലുള്ള ഫ്രൂട്ട്സാണ് ഞാൻ അവന് കൊടുക്കുക. അപ്പോൾ അവന് ആ സമയത്ത് ഗോപുവിനെ മാന്തി പറിച്ച് കളിക്കുകയാണ്. അവൻ്റെ വിചാരം മാന്തിയ വേദനയാവില്ല എന്നാണ്, കാരണം നമ്മളവനെ തിരിച്ച് മാന്തുമ്പോൾ അങ്ങനെ അധികം വേദനയാക്കില്ലല്ലോ. അപ്പം ഗോപു അവളുടെ നഖം കാണിച്ചു കൊടുക്കുക. കയ്യിൽ ഇത്ര നഖം ഉണ്ട് കേട്ടോ, ഞാനും മാന്തു എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ അടിയാണ്. സത്യം പറഞ്ഞാൽ ഭദ്ര ബേബി കുറച്ച് ഈഗോയൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. അതായത് അവനാണ് വലിയ സംഭവം എന്നുള്ളൊരു ചിന്താഗതിക്കാരനാണ്. അപ്പോൾ ഞാനവന് ഫുഡ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഗോപു വീഡിയോ എടുക്കുന്നതും ഗോപു അവൻ്റെ പ്ലേറ്റിൽ നിന്ന് എടുത്ത് കഴിക്കുന്നതൊന്നും അവൻ അത്ര രസിക്കണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, അവൻ ഫുഡ് കഴിക്കാൻ ഒട്ടും കൂട്ടാക്കൊന്നുമില്ല. എങ്ങനെയോ കളീൻ്റെ ഇടയിൽ അവൻ കഴിച്ചു പോവാണ്. നിങ്ങളുടെ ബേബീസ് ഇങ്ങനെയാണോ? ഐ തിങ്ക് എല്ലാവരും ബേബീസ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. വെള്ളം കുടിക്കാൻ നേരത്ത് ഗോപു അവന് കുടിച്ചു കഴിച്ചു കൊടുക്കുക, ഇത് സൂപ്പറാന്നൊക്കെ പറഞ്ഞു. ഗോപു ജീവിതത്തിൽ കുടിച്ചിട്ടില്ല വാട്ടർമെലൻ്റെ ജ്യൂസൊന്നും. എന്നിട്ട് അവൻ കുടിക്കാൻ വേണ്ടിയിട്ട് കുടിച്ച് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അത് കണ്ടിട്ട് അവൻ കുടിക്കുന്നുമുണ്ട്. അപ്പം ഭദ്ര ബേബി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യൂട്ട് ബേബിയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങൾക്ക് അവൻ ഫസ്റ്റ് ബേബിയാണ്. അവൾക്കാണെങ്കിലും ഞങ്ങളങ്ങനെ ബേബീസിനെ അധികം കളിപ്പിച്ചിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ബദ്രി ഞങ്ങളെ സ്വീറ്റ് ബോയാണ്. അപ്പം അതിൻ്റെ ഇടയിലാണ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വന്ന് അവൻ ഞങ്ങളെ വരമാല പ്രിസർവ് ചെയ്തത് കണ്ടത്. അപ്പം അത് കണ്ടപ്പോൾ അവൻ അച്ഛനും അമ്മയും പറഞ്ഞ ഫാൻ ബോയ്. അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോഴത്തേക്ക് അവൻ ഭയങ്കര എക്സൈറ്റഡായി. അവൻ അതിൻ്റെ പിന്നാലെ. ഗോപു സൂപ്പറായി ചെയ്തിട്ടുണ്ട് കേട്ടോ അത്.